ഹലോ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടേ. എന്തായാലും കണ്ടിട്ട് ബാക്കി പറയാം. വടികട്ടാരപെടി പട്ടഹമോടെ ജനപിടി തുടങ്ങി മഹനീ കടുകട്ടോര കുടു ചകടമാണു ശനി ശരതമാരു ശിവനെ ഗതികെട്ടൊരു പട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇടസുകാരനൊരു ബസ് വാങ്ങിയതൊരു സൽസംഭവമായി തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. അപ്പോൾ സ്ഥലപ്പേര് നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളിട്ടാ. ഇതെന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ ആണെന്ന് മാത്രം ഞാൻ പറയാം. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് വാട്ടർഫോൾ മാത്രമല്ല, നമുക്ക് സിപ്പ് ലൈൻ പോലത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ആ ബോർഡിൽ കാണുന്ന എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്, കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴമൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴമൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ എടുത്തല്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 റുപ്പീസിന് ഇതുപോലെ 1 മിനിറ്റ് വീഡിയോയും 2-3 ഫോട്ടോസും കിട്ടും. ഈ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു മൊമെൻ്റാണ് ഞങ്ങൾക്ക് ഇത്. കാരണം ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകുന്ന സമയത്താണ് ഇതുപോലൊരു ചാൻസ് ഞങ്ങൾക്ക് വീണ് കിട്ടിയത്. കാരണം സൈഡിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ജീപ്പിൽ കുറേ ചേട്ടന്മാർ നിൽപ്പുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ കുറേ പാക്കേജസും ഉണ്ട്. അപ്പോൾ അതുപോലൊരു പാക്കേജിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ഇത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ഒരു സംഭവം നമ്മുടെ പൊന്മുടി ഡാമിന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ കൂടെ ഉള്ള വെള്ളം ഒഴുകുന്ന സ്ഥലം കൂടിയാണിത് കേട്ടോ. ഇപ്പം വെള്ളമില്ല, കാരണം അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് പൊന്മുടി ഡാം. കൊണ്ടടല്ല, അത് അതുവഴി കാണാൻ പറ്റും. പുറത്തൊക്കെ തുറന്നു വിട്ടാണ് വെള്ളം വന്നു. അത് നമ്മൾ ആദ്യം പോയി എടുത്തു. മറ്റേ റിസോർട്ടിൽ നിന്ന് പോയില്ലേ അവിടെ. അപ്പം നമ്മുടെ പൊന്മുടി ഡാം കഴിഞ്ഞ് വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെയായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു എക്കോ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നാമത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണല്ലോ ഈ സംഭവത്തിലോട്ട് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. നമ്മൾ പോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെ കയറാൻ പറ്റിയില്ല. പിന്നെ അവർ പറഞ്ഞതാണ് കേട്ടോ, ആ ഒരു സൗണ്ട്, അവർ അലർച്ചയൊക്കെ വെക്കുന്ന സൗണ്ട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അടുത്ത് നമ്മളൊരു വ്യൂ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ചായ കുടിച്ചിട്ട് നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ ചായ മാത്രമല്ല, കരിക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ പരിപ്പ് വട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഏത്തക്കാപ്പമാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. പിന്നെ ഇവിടെ ബാത്റൂം സൗകര്യമുണ്ട്, പക്ഷേ അത് കോമൺ ബാത്റൂം അല്ല. നമ്മുടെ ഓരോ വീടുകളിൽ ഇങ്ങനെ ജസ്റ്റ് അവരുടെ ബാത്റൂം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. 20 രൂപയാണ് ചാർജ് വരുന്നത്.
ഇവിടം വൃത്തികേടായി കിടക്കുന്നതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കേണ്ട, നമ്മളിതൊന്നും കാണാനല്ല വന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വ്യൂ പോയിൻ്റ് റെഡിയാണ്. അപ്പോൾ ഈ ഒരു സൈഡും അല്ല, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് പോയാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം അപ്പുറത്തോട്ട് പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. അതിനേക്കാളും നല്ല സ്ഥലം ഇതാ. അവിടെ കുറെ ചപ്പും ചാവും. എവിടെ ചപ്പും ചാവും? അപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നിങ്ങളെ ഞാൻ മൂന്നാർ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇതോടുകൂടി നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ എല്ലാ പരിപാടികളും അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇനി അടുത്ത നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ തിരുപ്പതി പോയ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.